പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. പുൽക്കൂട്ടിൽ ജനിച്ച് സക്രാരിയിൽ വസിക്കുന്ന ഈശോയെയാണ് നമ്മുടെ ഹൃദയത്തിൽ നാം കാണേണ്ടത്. ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയൊരു ആഘോഷമാണ്. അത്യുന്നതങ്ങളിൽ മാലാഖമാരും ഭൂമിയിൽ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കുന്ന ആഘോഷിക്കുന്ന സുന്ദര ദിനമാണ് ക്രിസ്മസ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് ഭവനമൊരുക്കുകയാണ് നാം ചെയ്യേണ്ടത്. 1000 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നില്ല എങ്കിൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഈ ആഘോഷങ്ങളെല്ലാം ബാഹ്യമായിട്ട് നിൽക്കും. ആന്തരികമായി നമ്മുടെ ഹൃദയത്തിൽ യേശുനാഥൻ വന്ന് പിറക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും ചൈതന്യവും നമ്മളിൽ ഉണ്ടാകുന്നത്. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ മനുഷ്യരെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നതാണല്ലോ ക്രിസ്മസ്. വിശുദ്ധ യോഹന്നാൻ 3:16-17 തിരുവചനങ്ങളിൽ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്മസ് ആയി നാം അനുഭവിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഫിലിപ്പി 2:6-7-8 തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. ദൈവം തന്നെയായ യേശു തൻ്റെ മഹത്വമോ സ്ഥാനമോ കണക്കാക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യ രൂപം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി പുൽക്കൂട്ടിൽ ജാതനായി. ഈ ഉണ്ണീശോ തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ സ്വയം ശൂന്യനാക്കി നമുക്കായി അപ്പമായി തീർന്നതും എന്ന് നാം മറന്നുപോകരുത്. അതിനാൽ രക്ഷകനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ ഉണ്ണീശോയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുരിശിലേക്കും വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിലേക്കും നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തണം. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു എന്ന് കവി പാടിയത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നന്മ ചെയ്യുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനും സൽപ്രവർത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുവാനുമാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.